റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ എന്നിലേക്ക് കേസ് ഉയർത്തും. ചിലർ തൻ്റെ വാദം സമർത്ഥിക്കുന്നതിൽ സമർത്ഥരായിരിക്കും, ഞാൻ കേൾക്കുന്നതനുസരിച്ചാണ് ഞാൻ വിധിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് അവരൻ്റേത് വിധിച്ചിട്ടുണ്ട് എങ്കിൽ ഫഇന്നമാ ഹുവ ഖിത്അത്തുൻ മിനന്നാർ, അത് നരകത്തീയിൽ നിന്നുള്ളൊരു കഷ്ണം മാത്രമായിരിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണർത്തിയത്. അപ്പോൾ ചിലർ വാദം ഉന്നയിക്കുകയും ആ വാദം സമർത്ഥിക്കാൻ നല്ല വാചാടോപ്പികളായിരിക്കും. അവൻ അത്ര തന്നെ കഴിഞ്ഞോളുന്നില്ല. ഭൗതിക കോടതിയെ സംബന്ധിച്ചിടത്തോളം അൽ ഹുക്മു ബവാഹിർ, പ്രത്യക്ഷത്തിൽ കേട്ടതിനനുസരിച്ചാണ് വിധി. ആരുടെയും ഉള്ളു ചുവന്ന് നോക്കി ഉള്ളു മാന്തി പൊളിച്ച് അങ്ങനെ വിധിയില്ല. അത് പരലോക കോടതിയിൽ. വല്ലാഹു യതവല്ല സറായിർ, അള്ളാഹുവാണ് രഹസ്യങ്ങൾ ഏറ്റെടുത്തിട്ട് അതിൽ വിധിക്കുക. പരലോക കോടതിയിലാണ് യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് വിധിക്കുക. വഹുസ്സില മാ ഫി സുദൂർ, അതവിടെയാണ്. നെഞ്ചകത്തുള്ളത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിധി അവിടെയാണ്. ഇവിടെ ഉപരിപ്ലവമായി പറയുന്നതെന്ത്, പ്രസ്താവിക്കുന്നതെന്ത്, സമർപ്പിക്കുന്നതെന്ത്, അത് കേട്ടിട്ടുള്ള വിധിയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ കേട്ടതനുസരിച്ച് ഞാൻ വിധിക്കും, പക്ഷേ അവരൻ്റേത് അനർഹമായിട്ടാണ് ഞാൻ വിധിച്ചു തന്നിട്ടുള്ളത് എങ്കിൽ അത് ഖിത്അത്തുൻ മിനന്നാർ, നരകത്തീയിൻ്റെ ഒരു കഷ്ണം മാത്രമാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധി പ്രസ്താവന നടത്തി എന്നുള്ളതാണ്.